എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്വിൻസ് എങ്ങനെ ഉണ്ടാവുന്നു, അതായത് ഇരട്ട കുട്ടികൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഇരട്ട കുട്ടികൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ തയ്യാറാക്കുമെന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ട്വിൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതെങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് ഡൗട്ടുകളുണ്ട്. കാരണം ഒരുപോലെ കാണുന്ന ഇരട്ടകളുണ്ട്, സയാമീസ് ഇരട്ടകളുണ്ട്, അതല്ലാണ്ട് കാണാൻ ഒരു സാമ്യതയും ഇല്ലാത്ത ഇരട്ടകളുണ്ട്, അതുപോലെ ഇരട്ടകൾ മാത്രമല്ല 3 കുട്ടികളും എല്ലാം ഉണ്ടാകുന്ന കേസസുകളെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ഡൗട്ടുകൾ പലരെ സംബന്ധിച്ചും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ക്ലാരിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇരട്ട കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ അതെപ്പോഴൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും ഈ വീഡിയോയോട് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ എങ്ങനെ കുട്ടി ഉണ്ടാവുന്നു എന്നതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഡീപ്പായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ചെറിയൊരു കുഞ്ഞു മോട്ടിവേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ അവസാന ഭാഗത്താണ് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിലരത് കണ്ടിട്ടുണ്ട്, അപ്പോൾ അതിന് റെസ്പോൺസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്നും ഇവിടെ പറയാം, എങ്ങനെ ആ കുട്ടി ഉണ്ടാവുന്നു എന്നുള്ള ആ ഒരു ജേണി ചെറുതായെങ്കിലും നമുക്ക് ഇവിടെ പറയേണ്ടതുണ്ട്. മൊത്തമായിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ ഞാൻ ഇവിടെ കാർഡിൽ ആഡ് ചെയ്തേക്കാം, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. എനിവേ, ഒരു കുട്ടി എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതും ആ ചെറിയ കുഞ്ഞു മോട്ടിവേഷൻ ജസ്റ്റ് നമുക്ക് ഇവിടെ സൂചിപ്പിച്ച് പോവാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരുഷൻ്റെ ശരീരത്തിൽ നിന്ന് സ്പേംസ് വരികയാണ്. കാരണം പുരുഷന് ഒരു കുട്ടി ആവേണ്ടുന്നതിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഒരു സ്പേംസിലൂടെ സ്ത്രീകളിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അനേകമായിരം ഇല്ലെങ്കിൽ അനേക ലക്ഷം 300 മില്യൺ ടു 500 മില്യൺ, അതാണ് കുറച്ചുകൂടി നല്ലത്, അത്രയും സ്പേംസുകളാണ് അറ്റ് ഇജക്ഷൻ ഒരു തവണ പുറത്തേക്ക് വിടുന്നത്. പുരുഷൻ പുറത്തേക്ക് തള്ളിവിടുന്നത് അത്രയും സ്പേംസുകളാണ്. അതെല്ലാം വളരെ കരുത്തരായവരൊന്നും ആയിരിക്കില്ല. ചിലർ അത്രണ്ട് മോട്ടയിലായിട്ടുള്ള സംഭവമൊന്നും ആയിരിക്കില്ല. മോട്ടയിൽ എന്ന് പറയുമ്പോൾ മൂവ് ചെയ്യാൻ അത്രണ്ട് പോസിബിളായ ആരോഗ്യവാന്മാരായിട്ടുള്ള സ്പേം ആയിരിക്കില്ല. മറ്റ് ചിലത് ഓൾമോസ്റ്റ് വലിയൊരു സംഖ്യ വളരെ സ്ട്രോങ് ആയിരിക്കും, വളരെ എന്താ പറയുക, മൂവ് ചെയ്യാനൊക്കെ കേപ്പബിൾ ആയിട്ടുള്ള ശക്തരായിട്ടുള്ള സ്പേംസുകളും ആയിരിക്കും. അപ്പോൾ ഇത്രയും സ്പേംസുകൾ യാത്ര തുടരുകയാണ്. അപ്പം ഈ വജീനയിൽ ആ ഒരു വജീനൽ ട്രാക്കിൽ എത്തുകയും അവിടെ നിന്ന് യൂട്രസിൽ പ്രവേശിക്കുകയും പിന്നീട് അണ്ടവാഹിനിക്കുഴൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫാലോപ്പിയൻ ട്യൂബിൾ എന്ന് പറയും, അവിടെ എത്തും. ആ ഒരു ട്യൂബിൽ എത്തിയതിന് ശേഷം അവിടെ വെച്ചിട്ട് സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓവവുമായിട്ട് കൂടിച്ചേരും. അതിന് പറയുന്ന പേരാണ് ബീജ സംയോജനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഇങ്ങനെ രൂപപ്പെടുന്ന ഈ ഒരു സ്പേമും സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള ഓവവും കൂടി ചേർന്നിട്ടുണ്ടാകുന്ന സംഭവത്തിനെയാണ് നമ്മൾ സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം എന്ന് മലയാളത്തിൽ പറയും. ഈ ഒരു സിംഗിൾ സെല്ല് ഡെവലപ്പ് ചെയ്തിട്ടാണ്, ആ ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് നമ്മളെപ്പോലെ ഓരോ ഇൻഡിവിജ്വലും ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റങ്ങൾ സംഭവിച്ചാണ് നമ്മളെപ്പോലെ ഓരോ ഇൻഡിവിജ്വലും ഉണ്ടായിട്ടുള്ളത്. ഇവിടെയുള്ള ആ ഒരു മോട്ടിവേഷണൽ പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മില്യൺസ് ഓഫ് സ്പേംസ്, 300 മില്യൺ ടു 500 മില്യൺ സ്പേംസ് ആണ് അറ്റേ ഇജക്ഷനിലൂടെ പുരുഷൻ പുറത്തേക്ക് വിടുന്നത്. അത്രയും സ്പേംസുകളിൽ നിന്ന് ഒരു ചാമ്പ്യൻഷിപ്പ് പോലെയാണ്. കാരണം ആ ഓവവുമായിട്ട് ഒറ്റ സ്പേമിന് മാത്രമേ ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ആരോഗ്യമുള്ളതായിട്ടുള്ള അങ്ങനെ ഒരു യാത്രയാണ്. ഏറ്റവും ആരോഗ്യമുള്ള സ്പേം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും കൂടി തമ്മിലടിച്ച് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രക്കിടയിൽ പലരും വീണു പോകും. അങ്ങനെ ഓടി ആ ഒരു ഓവത്തിൻ്റെ അടുത്തെത്തുന്ന ആദ്യത്തെ സ്പേം തുളച്ച് കയറിയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുകയും ചെയ്യും. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. കാരണം വലിയൊരു ചാമ്പ്യൻഷിപ്പാണ് നമ്മൾ അവിടെ ജയിച്ചിട്ടുള്ളത്. കാരണം മില്യൺസ് ഓഫ് സ്പേമുകളിൽ നിന്ന് ആദ്യം ഓടിയെത്തിയിട്ട് വിജയിക്കുന്നു. അങ്ങനെ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസും ഉണ്ടായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചാമ്പ്യൻസ് ആണ്. ജീവിതത്തിലെ ചെറിയ പ്രതിസന്ധികളിൽ തന്നെ നമ്മൾ അയ്യോ എല്ലാം തോറ്റുപോയി എന്ന് തോന്നുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇതിനെപ്പറ്റിയൊക്കെ. കാരണം ഇത്രമാത്രം ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ കുട്ടി ബേസിക്കലി ഉണ്ടാവുന്നത്, ഇല്ലെങ്കിൽ അവർ സ്പേം എത്തുന്നു, ഫെർട്ടിലൈസേഷൻ, അത് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ വരാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. എനിവേ, നമുക്ക് ട്വിൻസിൻ്റെ കാര്യത്തിലോട്ട് പോകാം. കാരണം ഒരു ബേസിക് ഐഡിയ കിട്ടുമ്പോഴാണ് കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാവുക. അപ്പോൾ 2 തരത്തിലുള്ള ട്വിൻസ് ആണുള്ളത്. ഒന്ന് കാണാൻ ഒരുപോലെയുള്ള ട്വിൻസും ഉണ്ട്, അതുപോലെ കാണാൻ പ്രത്യേകിച്ച് സാമ്യതയൊന്നുമില്ലാത്ത തരത്തിലുള്ള ട്വിൻസുകളെയും കണ്ടിട്ടുണ്ടാകും. ഇതിന് ഇംഗ്ലീഷ് പറയുന്നത് ഐഡന്റിക്കൽ ട്വിൻസും നോൺ ഐഡന്റിക്കൽ ട്വിൻസ്, അല്ലെങ്കിൽ നോൺ ഐഡന്റിക്കൽ ട്വിൻസിനെ ഫ്രറ്റേണൽ ട്വിൻസ് എന്നൊക്കെ പറയും. ഇപ്പം ഐഡന്റിക്കൽ ട്വിൻസിനെ മോണോ സൈഗോട്ടിക് ട്വിൻസ് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പല പേരുകളുണ്ട്. എനിവേ, ഐഡന്റിക്കൽ ട്വിൻസ് ആൻഡ് നോൺ ഐഡന്റിക്കൽ ട്വിൻസ്, കാണാൻ ഒരുപോലെയുള്ളതും ഒരുപോലെ ഇല്ലാത്തതും. അപ്പോൾ ഈ ഒരുപോലെ ഇല്ലാത്ത ആ ഒരു കുട്ടികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു സ്ത്രീയുടെ മെൻസ്ട്രൽ സൈക്കിളിൽ ഇല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിളിൽ ഒരു ഓവമാണ് സാധാരണഗതിയിൽ ഉൽപ്പാദിപ്പിച്ച് വരിക. അത് ഒരെണ്ണമാണ് വരിക. അത് ഒരു സ്പേമുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുകയാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. പക്ഷേ ചില കേസസുകളിൽ ഒന്നിൽ കൂടുതൽ ഓവംസ് ഉണ്ടാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഓവം ഉണ്ടാകുന്നു, 2ഓ 3ഓ ഒക്കെ ഉണ്ടാവാം. നമ്മൾ 2എണ്ണമുള്ള കേസ് പറയാം. അപ്പോൾ 2 ഓവം ഉണ്ടാവുകയാണെന്ന് കരുതുക. അപ്പോൾ ഒരുപാട് മില്യൺസ് ഓഫ് സ്പേംസുകളാണ് ഇരച്ച് വരികയാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും 2 സ്പേംസുകൾ ഈ ഓവങ്ങളുമായിട്ട്, കാരണം 2 ഓവമുണ്ട്, അതുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ, 2 ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ 2 ഫെർട്ടിലൈസേഷൻ നടക്കും. രണ്ടും
രണ്ട് കുട്ടികളായിട്ട് മാറും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കുട്ടികളും തമ്മിൽ ഒരു സാമ്യതയും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഓവമാണ്, രണ്ട് തരത്തിലുള്ള സ്പേമുമാണ്. ഓക്കെ, രണ്ട് തരമല്ല, രണ്ട് സ്പേമുകളുമാണ്. ഓക്കെ, അപ്പോൾ രണ്ട് സ്പേമും രണ്ട് വ്യത്യസ്ത ഓവവും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്ന കുട്ടികൾ, അതിനെയാണ് നോൺ ഐഡൻറ്റിക്കൽ ട്വിൻസ് അല്ലെങ്കിൽ ഫ്രട്ടേണൽ ട്വിൻസ് എന്നൊക്കെ പറയാൻ പറ്റും. ഇവ തമ്മിൽ ബന്ധമൊന്നും ഉണ്ടാവില്ല. ഒന്ന് ചിലപ്പോൾ ഒരു ആണായിരിക്കാം, മറ്റേത് പെണ്ണായിരിക്കാം, ഇല്ലെങ്കിൽ രണ്ടും ആണായിരിക്കാം, രണ്ടും പെണ്ണും ഒക്കെ ആവാം. അങ്ങനെ പല പോസിബിലിറ്റീസും ഉണ്ട്. അവിടെ രണ്ടും ഒരേ കാറ്റഗറി ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇവർ തമ്മിൽ സാമ്യതകൾ ലുക്ക് വൈസ് കാണാൻ ഒരുപോലെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ അച്ഛൻ്റെയോ അമ്മയുടെയോ ക്യാരക്ടേഴ്സുകൾ കോമൺ ആയിട്ട് ചിലത് അവർക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിപ്പം നമ്മൾ ഏട്ടനും അനിയനും ആകുമ്പോൾ ഇല്ലേ, ആ ഒരു പോസിബിലിറ്റി മാത്രമേ എവിടെയുള്ളൂ. കാരണം രണ്ട് ഓവവും രണ്ട് സ്പേമുമാണ്. അതാണ് ഒന്നാമത്തെ കാറ്റഗറി. ഇനി നമുക്ക് രണ്ടാമത്തെ കാറ്റഗറി പോകാം. കാണാൻ ഒരുപോലെയുള്ള കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇരട്ട കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിന് മറ്റൊരു പേര് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോണോസൈഗോട്ട്. അതായത് ഒരു സിക്താണ്ഡത്തിൽ നിന്ന് തന്നെയാണ് രണ്ട് കുട്ടികളും ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സ്പേം അവിടെ എത്തുന്നു, ഓവവുമായിട്ട് കൂടിച്ചേരുന്നു, അതായത് ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നു, സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് ഉണ്ടാകുന്നു, ഒരു സിംഗിൾ സെല്ല് ഉണ്ടാകുന്നു. അതാണ് ഡെവലപ്പ് ചെയ്തൊരു കുട്ടിയായി മാറേണ്ടത്. ആ ഒരു സെല്ലുണ്ടല്ലോ എന്ത് സംഭവിക്കുന്നു, സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടെണ്ണമാവുകയാണ്. അങ്ങനെ ആ രണ്ട് സെല്ലുകളും ഡെവലപ്പ് ചെയ്ത് രണ്ട് ഇൻഡിവിജ്വൽസ്, രണ്ട് കുട്ടികളായിട്ട് മാറുന്ന അവസ്ഥ. അതായത് ഒരേ ക്യാരക്ടറുള്ള രണ്ട് പേര് ഡെവലപ്പ് ചെയ്യുകയാണ്. കാരണം ആ ഒരു സൈഗോട്ടിൽ നിന്ന് വിഭജിച്ച് പോയിട്ട് രണ്ടെണ്ണമാണ്. അപ്പോൾ ഒരേ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇവർക്ക്, ഒരേ ലുക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അങ്ങനെയാണ് ഐഡൻറ്റിക്കൽ ട്വിൻസ് ഉണ്ടാകുന്നത്. നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരു സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന രണ്ട് കുട്ടികളാണ് യഥാർത്ഥത്തിൽ കാണാൻ ഒരുപോലെ ഇരിക്കുന്ന ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത്. ഈ ഐഡൻറ്റിക്കൽ ട്വിൻസിൽ തന്നെ പലതരത്തിലുള്ള ഡിഫറൻസുകളുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നതനുസരിച്ചിട്ട് അവരുടെ ഡെവലപ്മെൻറ്റിലും കാര്യങ്ങളിലും ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ചിലപ്പം സിംഗിൾ പ്ലാസൻ്റയിലായിരിക്കും, അതായത് ആ പൊക്കിൾക്കോടി സിംഗിൾ പ്ലാസൻ്റയിലായിരിക്കും അവർ ഗ്രോ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ ഏത് സമയത്താണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത് എന്നനുസരിച്ചിട്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കും. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. കുറച്ച് എന്താ പറയുക, സയൻറ്റിഫിക്കൽ ടേംസ് ഉണ്ട്. ഓരോ ടൈമിൽ അത് വിഭജിച്ച് പോകുന്നതിനനുസരിച്ച് ഓരോ തരത്തിൽ കുട്ടികൾ ഉണ്ടാകുന്നതിന് അതിൻ്റേതായ ടേമുകളുണ്ട്. അതൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലാക്കി വെക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല. എങ്കിലും സയാമീസ് ഇരട്ടകളെ കുറിച്ച് പറയാം. സയാമീസ് ഇരട്ടകൾ ഈ മോണോസൈഗോട്ടിക് ഇല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ട്വിൻസിൽ പെടുന്നതാണ്. കാരണം അതെങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ കാര്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകളെല്ലാം നടന്നിട്ടുണ്ടാവും എന്ന് ഓർക്കുക. ആ സമയത്ത് ഇത് തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ശരീരങ്ങൾ തമ്മിൽ കൂട്ടിയൊട്ടിയ പോലെ കാണുന്നത്. നിങ്ങൾ ചിലപ്പം ചില ഫോട്ടോസുകളിലെല്ലാം കണ്ടിട്ടുണ്ടാവും, സയാമീസ് ഇരട്ടകളുടെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും. ഒന്നിക്ക് തല കൂട്ടി ഒട്ടിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അവരുടെ തൊറാക്സിക് റീജിയൻ ഒട്ടിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ബാക്ക് സൈഡുകൾ തമ്മിൽ കൂട്ടി ഒട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കേസ് വരുന്നത് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ആ ഒരു സ്പ്ലിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയാണ് സയാമീസ് ഇരട്ടകൾ ഉണ്ടാകുന്നത്. അവർ കാഴ്ചക്ക് ഒരുപോലെ തന്നെ ഇരിക്കുന്നവരായിരിക്കും, മോണോസൈഗോട്ടിക് അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ട്വിൻസ് തന്നെയായിരിക്കും, പക്ഷേ ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് സയാമീസ് ഇരട്ടകൾ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഏത് കാറ്റഗറിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രട്ടേണൽ ട്വിൻസ്, അതായത് കാണാൻ ഒരുപോലെ ഇല്ലാത്ത നോൺ ഐഡൻറ്റിക്കൽ ട്വിൻസ് ഇല്ലേ, അവരാണ് നമ്മുടെ ലോകത്തൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഒരു 70 to 80% അത്തരത്തിലുള്ള ട്വിൻസ് ആണ് പൊതുവിൽ കാണുന്നത് എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. ഇനി എങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഇരട്ട കുട്ടികൾ ഉണ്ടാവില്ല സാധ്യതകൾ, അതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നിങ്ങൾ കാത്തിരുന്ന ഒരു പോയിന്റുകൾ തന്നെയായിരിക്കും ഇതൊക്കെ. അപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 വയസ്സിന് ശേഷമാണ് ഒരു ലേഡി പ്രഗ്നൻ്റ് ആവുന്നതെങ്കിൽ അവിടെ ഒരു ഇരട്ടക്കുട്ടി ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഉണ്ടാവുമെന്ന് മസ്റ്റായിട്ട് പറയല്ല, പോസിബിലിറ്റി കൂടുതലാണ് എന്നുള്ളതാണ് വസ്തുത. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഗൊണാഡോട്രോഫിക് ഹോർമോൺസ് ഒക്കെ ഇല്ലെങ്കിൽ അതിൻ്റെ ടാബ്ലറ്റ്സോ കാര്യങ്ങളോ ഒക്കെ എടുക്കുകയാണെങ്കിൽ, ഇഞ്ചക്ഷൻസോ കാര്യങ്ങളോ എടുക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓവംസുകൾ ഉണ്ടാവുകയും അതുവഴി എന്താ പറയുക ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പാരമ്പര്യം എന്ന് പറഞ്ഞ സംഭവം. അതായത് ആ ഒരു ലേഡിയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ടെൻഡൻസി ട്വിൻസ് ഉണ്ടാവുന്ന പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അവിടെയും ട്വിൻസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ പാരമ്പര്യം എന്നുള്ളൊരു ഘടകം ഉണ്ട് എന്നുള്ളതാണ്, അതും കൂടി മനസ്സിലാക്കുക. പിന്നീടൊരു കാര്യം റേസ് ആണ്. റേസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആഫ്രിക്കൻ ജനതയിലും അമേരിക്കൻ ജനതയിലൊക്കെ ഇത്തരത്തിൽ ട്വിൻസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഏഷ്യൻ ജനതയേക്കാൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. കാരണം ഓരോ സോണിലുള്ള ആൾക്കാരും ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, മുടിയുടെ ടെക്സ്ചർ, സ്കിൻ ടോണ്, അതുപോലെ അവരുടെ മസിൽസിൻ്റെ കാര്യത്തിൽ എല്ലാം ഉണ്ട്. അവർ കായികക്ഷമതയുടെ കാര്യത്തിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ട്വിൻസ് ഉണ്ടാവുന്നതിനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ് ആഫ്രിക്കൻ ജനതയിലും അമേരിക്കൻ ജനതയിലൊക്കെ ഇത്തരത്തിൽ ട്വിൻസ്
ട്വിൻസുകൾ കൂടുതൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സർവീസുകളൊക്കെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അപ്പോൾ റേസ് എന്ന് പറഞ്ഞ ഒരു കാര്യവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. പിന്നെയുള്ള ഒരു കാര്യം, ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ് IVF ട്രീറ്റ്മെന്റ് ആണ്. IVF ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, അതായത് കുട്ടികൾ ഉണ്ടാവാത്ത പല കേസസുകളും പലർക്കും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരം കേസസുകളിൽ ഡോക്ടർമാർ ചെയ്യുന്ന പരിപാടികളാണ് ചില ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്തിട്ട് അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ ഓവംസുകൾ ഉണ്ടാക്കും, എന്നിട്ട് അത് ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് പുറത്ത് വെച്ച് ഫെർട്ടിലൈസേഷൻ നടത്തും. അങ്ങനെ അവരെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കും. ഇങ്ങനെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന സമയത്തുള്ള ഒരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നല്ല അവരെ നിക്ഷേപിക്കുക, 1, 2, 3 ഒക്കെ നിക്ഷേപിക്കും. ഇങ്ങനെ നിക്ഷേപിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 3 സക്സസ് ആയിട്ട് വരും, ചിലപ്പോൾ 2 സക്സസ് ആവും, ചിലപ്പോൾ 1 സക്സസ് ആവും എന്നുള്ള ഒരു ഇതിലാണ് ഈ 3 ഒക്കെ നിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കേസിലും ഇരട്ട കുട്ടികൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുക. ആ ഒരു IVF ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. കാരണം നല്ലൊരു ടോപ്പിക് തന്നെയാണ്. ചിലപ്പോൾ കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ നല്ലൊരു അറിവ് തന്നെയായിരിക്കും. അങ്ങനെ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ വേണമെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഈ ഇരട്ട കുട്ടികളെ പറ്റിയിട്ട് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യമുണ്ട്. ഈ പഴമക്കാരൊക്കെ പറയാറുണ്ട് ഇരട്ടപ്പഴമില്ലേ, അതായത് നമ്മുടെ ബനാന ഇരട്ടയായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന സംഭവം, അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇരട്ട കുട്ടികൾ ഉണ്ടാവും എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ചെറുപ്പ കാലഘട്ടത്തിൽ ഇതൊക്കെ ശരിയാണ് എന്ന് തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനെപ്പറ്റിയുള്ള അജ്ഞതകൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കെട്ടുകഥകൾ സ്പ്രെഡ് ചെയ്യുന്നത്. ഒരുപക്ഷെ രസകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള സ്റ്റോറീസുകൾ നിങ്ങളുടെ ഭാഗത്തും നിങ്ങളുടെ ചുറ്റുപാടുകളിലും പ്രചരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരു രസകരമായിട്ടുള്ള അനുഭവം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും അതൊക്കെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഇനിയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ടോപ്പിക് ഐഡിയാസുകളും എല്ലാം ഇവിടെ ഷെയർ ചെയ്യുക. ഒരു ഓപ്പൺ പ്ലോട്ടാണ് നമ്മുടെ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മനസ്സ് തുറന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുക. അതിലൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ അജ്ഞതകൾ, മിസ്കൺസെപ്റ്റുകൾ എല്ലാം മാറി കിട്ടുന്നതാണ്. നേരിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിതിൻസ് വേൾഡ് എന്നാണ് എൻ്റെ ID. എൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻ രാജ്.